ശബരിമലയിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് ആന്ധ്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത്. ഇന്നലെ 80,000 പേർ ദർശനം നടത്തി. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന സൂചന വരുന്നു. അശ്വിൻ പാലാഴി ശബരിമല സന്നിധാനത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അശ്വിൻ, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇന്നും പതിവ് പോലെ തന്നെ തിരക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തീർത്ഥാടകരുടെ എണ്ണം ഓരോ മണിക്കൂറിലും വലിയ തോതിൽ വർദ്ധിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സുഗമമായി 18-ാം പടി കയറി തൊഴുതു മടങ്ങാനാവുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതും അതുതന്നെയാണ് ഇന്ന് ആവർത്തിക്കുന്നതും. എസ്കൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണമാണ് കൂടുതലായി വരുന്നത്. പ്രധാനമായും തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധി ഭക്തരെത്തുന്നുണ്ട്. അവരുടെ വലിയ തോതിലുള്ള എണ്ണം, അവർ കൂട്ടമായി ശബരിമലയിലേക്ക് എത്തുന്ന ആളുകളാണ് കൂടുതലും ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ 80,000-ലേക്കും 90,000-ലേക്കുമൊക്കെ ഈ തീർത്ഥാടകരുടെ എണ്ണം പോകാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മണ്ഡല പൂജയിലേക്ക് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതോടുകൂടി തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കും. ഒപ്പം പരീക്ഷാകാലം 2 ദിവസത്തിനുള്ളിൽ തീരുകയാണ് കേരളത്തിൽ. അതോടുകൂടി മലയാളി തീർത്ഥാടകരുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് 18-ാം പടിക്ക് താഴെ ദർശനം കാത്തു നിൽക്കുന്ന ഭക്തരെയൊക്കെ കാണാനാവുന്നുണ്ട്. നടപ്പന്തലിൽ വലിയ തിരക്കുണ്ട്. പക്ഷേ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് ശബരിമല സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്.